ഇപ്പോൾ പാലക്കാട് ആ പ്രോജക്റ്റ് വാളയാർ 40 കിലോമീറ്റർ. അപ്പോൾ ഒരു കൊല്ലത്തിനാണ് അവർ പറഞ്ഞിരുന്നത്. അത് ഒരു 20 mm തിക്നെസ്സിൽ അപ്പം BC നിറഞ്ഞ് അതൊരു കൊല്ലത്തേക്ക് ഉണ്ടാവും. ഒരു കൊല്ലത്തേക്ക് നിൽക്കുന്നതാണ് അവരെ മോർത്തിൻ്റെ സ്പെസിഫിക് ഇത് അവർ കണക്കൂട്ടുന്ന ഒരു കൊല്ലത്തേക്ക്. അപ്പോഴത്തേക്ക് 4 ലൈനിങ്ങിന് ഹാൻഡ് ഓവർ ചെയ്യുമെന്ന് പറഞ്ഞു. ഇതുവരെ ഹാൻഡ് ഓവർ ചെയ്തിട്ടില്ല. കേരളത്തിലെ ഈ പ്രശ്നങ്ങളായി 45 മീറ്റർ വേണ്ട 30 മീറ്റർ മതി. അക്വിസിഷനൊക്കെ കഴിഞ്ഞിരുന്നു. വർക്ക് ഇതുവരെ കേരളത്തിൽ തുടങ്ങിയില്ല. വാളയാർ മുതൽ 4 ലൈനിങ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി തമിഴ്നാട് ബോർഡറിൽ. പിന്നെ ഞങ്ങൾ ഇത് ചെയ്തിരുന്നു. അതും 2 കൊല്ലാണ് അവർ 2 സീസൺ സ്ട്രെങ്തനിങ് നടന്നു ചെയ്യുന്നത്. ബത്തേരി സുൽത്താൻ ബത്തേരി മുതൽ ബോർഡർ വരെ അതൊരു 20 കിലോമീറ്റർ. ഇപ്പോൾ 6ാമത്തെ കൊല്ലം ഇത്. ഇതുവരെ ടെൻഡർ ചെയ്തിട്ടില്ല. ഇതിലേക്ക് വരുമ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ചെല്ലുമ്പോൾ ആ സംസ്ഥാനത്തിൻ്റെ വികസനത്തിൻ്റെ അടിസ്ഥാനമായ കാര്യമെന്ന് പറയുന്നത് റോഡാണ്, റോഡ് ഗതാഗതമാണ്. അതിൻ്റെ വികസനം ഒരിക്കലും ശരിയല്ലെങ്കിൽ അതിൻ്റെ വികസനത്തിന് പ്രധാന പങ്ക് റോഡ് വഹിക്കേണ്ടതാണ്. അപ്പോൾ ഇന്ന് കേരളത്തിൻ്റെ റോഡിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. അപ്പോൾ എന്താണ് കാരണം ഇപ്പോൾ അരുണാചൽ പ്രദേശിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ബോംബെയിലെല്ലാം ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മുടെ കേരളത്തിൻ്റെ വികസനത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന പ്രധാന കാരണം ഈ റോഡിൻ്റെ വികസനമില്ലായ്മ തന്നെയാണോ? റോഡിൻ്റെ വികസനമില്ല. റോഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം മോർത്തിൻ്റെ ഇതെങ്ങനെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ BMൻ്റെ AC ആണെങ്കിൽ 3 കൊല്ലത്തിൽ രണ്ടാമതൊരു ടോപ്പ് ലെയർ രണ്ടാമത് ചെയ്യണം. BC എന്ന് പറയുന്ന 25 mm. അത് 2 കൊല്ലം കഴിയുമ്പോൾ റിന്യൂവൽ ചെയ്യണമെന്നാണ് അവരെ. അപ്പം 5 കൊല്ലം കഴിയുമ്പം ടോട്ടൽ എല്ലാം കൂടി 3 കൊല്ലം കഴിയുമ്പോൾ BC ചെയ്യണം. പിന്നെ അത് 5 കൊല്ലം കഴിയുമ്പോൾ BMഉം BCയും രണ്ടാമത് ചെയ്യണമെന്നാണ് അവരെ നിയമം. ഇവിടെ വന്ന് ചെയ്താൽ പിന്നെ എഞ്ചിനീയർമാർ മാറിപ്പോകും. പിന്നെ കുറേ എഞ്ചിനീയർമാർക്ക് ഒരു വർക്ക് വന്നില്ലെങ്കിൽ അഴിമതി ആരോപണം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അവർ വേണ്ടാന്നറിയും. പ്രപ്പോസൽ അയക്കില്ല. പ്രപ്പോസൽ അയച്ചാലും അതിൻ്റെ ഫോളോ അപ്പ് ചെയ്യില്ല. MLAമാരും MP മാരും അതിൻ്റെ ഫോളോ അപ്പ് ചെയ്താലും അത് ഡൽഹിയിൽ നിന്നൊന്ന് പാസ്സായി വരും. അപ്പോൾ അതിലുള്ള കാലതാമസം വരുന്നുണ്ട്. ഇപ്പോൾ ഈ ചട്ടഞ്ചാൽ നീലേശ്വരം റോഡ് വളരെ ശോചനീയമായിരുന്ന റോഡായിരുന്നു. ഇപ്പൊ അത് ചെയ്തിട്ട് ഇപ്പോൾ 9ാമത്തെ വർഷം ഇത് BMഉം BCയും ചെയ്ത് 9 വർഷം കഴിഞ്ഞു. 3 കൊല്ലം കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ BC ചെയ്യേണ്ടതായിരുന്നു. അത് ചെയ്തില്ല. 5 കൊല്ലം കഴിയുമ്പോൾ പിന്നെ രണ്ടാമത് BMഉം BCയും ചെയ്യേണ്ടത് അതുമില്ല. 9 കൊല്ലമായി. ഇപ്പം അതിൻ്റെ മുകളിൽ 40 mm തിക്നെസ്സിൽ ഒരു ലെയർ ഇടുന്നു. അതിനിപ്പോൾ എത്ര അവരെ കണക്ക് പ്രകാരം 2 കൊല്ലം 6 തിരുവനന്തപുരത്ത് 6 ഉണ്ടായിരുന്നു. 6 എന്ന് പറഞ്ഞാൽ 2 കൊല്ലത്തിൽ ഇത് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. ഞങ്ങൾ ഇനി പുതിയ വർക്ക് വിളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത്ര മതി. അതിന് BM ഇല്ല. ബോംബെയിൽ മുഹമ്മദ് അലി റോഡിലാണല്ലേ ഓഫീസ്? അവിടെ എത്ര സ്റ്റാഫുകളൊക്കെ? സ്റ്റാഫ് അതിൻ്റെ ആവശ്യത്തിൻ്റെ സ്റ്റാഫ് അക്കൗണ്ടന്റും മറ്റേ ഇതില്ല. മലയാളികളാണോ? മലയാളികളാണ് അവരുടെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മലയാളികൾ പുറത്തു പോയി ജോലി ചെയ്യുമ്പോൾ എത്രമാത്രമാണ് അവരുടെ മെൻറ്റാലിറ്റിക്ക് ചേഞ്ച് വരിക? അതെ, അവിടെ ആകുമ്പോൾ നല്ല ആത്മാർത്ഥത ഉണ്ടായിരുന്നു. ഇവിടെ ഞങ്ങളൊന്നിച്ചില്ലൊക്കെ അങ്ങനെ വലിയ ആത്മാർത്ഥത ഇല്ലാത്ത ആളില്ല. നല്ല ആൾക്കാർ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കാഞ്ഞങ്ങാട് ഞങ്ങൾ ഓഫീസുണ്ട്. ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നോക്കാൻ ഈ ഭാഗത്തുള്ള കേരളത്തിൽ ഞങ്ങൾ ഇവിടെ ആയതുകൊണ്ട് ഇടപെടാൻ എല്ലാത്തിനും ഒരു കമ്മ്യൂണിക്കേഷൻ ഓഫീസ് ഇവിടെ കേരളത്തിന്റെ ഓഫീസായിട്ട് വെച്ചിട്ടുണ്ട്. ഈ വിജയത്തിന്റെ രഹസ്യം എന്താണ്? ഒന്നിച്ചുള്ള പ്രവർത്തനം. അതന്നെ എല്ലാ ബ്രദേഴ്സും എല്ലാവരും കൂടെ അത് തന്നെയാണ്. കാരണം ഇന്നത്തെ സമൂഹത്തിന് നമ്മൾ കാട്ടിക്കൊടുക്കേണ്ട ഒരു ഇതാണ്. ഒക്കെ പറഞ്ഞാൽ 100% ശരിയാണ്. കാരണം ഒരു കുടുംബത്തിൽ ഒറ്റക്കെട്ടായിട്ട് കുടുംബത്തിൻ്റെ ഐക്യം ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാൾക്കും വിജയിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. ദൈവവിശ്വാസം എത്രത്തോളം? ദൈവവിശ്വാസം നല്ലോണമുണ്ട്. പണ്ട് മുതലേ പഠിപ്പിച്ചത് ഇതായി പഠിപ്പിച്ചു. ഞങ്ങളെ സ്കൂള് പുറത്ത് കൂടുതൽ പഠിപ്പിക്കാൻ ഇപ്പം താല്പര്യമില്ലായിരുന്നു. ഇവിടെ തന്നെ വേണം, മദ്രസ വിദ്യാഭ്യാസം കിട്ടാതാണ്ടെന്ന് പറഞ്ഞു 10ാം ക്ലാസ് വരെ ഇവിടെ തന്നെ ആയിരുന്നു. അതാണ് മദ്രസ വിദ്യാഭ്യാസം ഇല്ലാതാണ്ടെന്ന്. ഇപ്പം ഞങ്ങളുടെ കുട്ടികളൊക്കെ അങ്ങനെയല്ല. മദ്രസയിൽ വയ്ക്കാൻ പറ്റില്ല. എന്താന്ന് പറഞ്ഞാൽ ദൂരത്തെ എവിടെ പഠിക്കാൻ വേണ്ടി വിട്ടുകൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ അത് പറ്റില്ല. അതിൽ വലിയ ബുദ്ധിമുട്ടുണ്ട്. അത്
ദീന വിദ്യാഭ്യാസം കുറച്ച് കുറഞ്ഞു എന്നുള്ള തോന്നലുണ്ട് ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. കുട്ടികൾക്ക് നമുക്ക് കിട്ടിയ വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യത്തിനനുസരിച്ച് കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളത്. എൻ്റെ മകന് ഇപ്പോൾ ചെറിയ ഊട്ടിയിലായിരുന്നു. അപ്പം ഇപ്പൊ ഇത് മദ്രസ വിദ്യാഭ്യാസത്തിന്റെ കുറവ് ഇപ്പൊ ഉണ്ട്. ഉപ്പ ഉണ്ടായിരുന്നെങ്കിൽ അതൊന്നും സമ്മതിക്കില്ലായിരുന്നുള്ളതാണുള്ള വളരെ സന്തോഷം തോന്നുന്നു. ഇനി ഇക്കാടെ ബാക്കിയുള്ള സ്വപ്നം എന്താണ്? കാരണം ഇതെല്ലാം പടച്ചോ നമുക്ക് കൊണ്ട് തന്നു, ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട്. ഇനി ഇക്കാടെ മനസ്സിലുള്ള ബാക്കിയുള്ള സ്വപ്നം എന്താണ്? ഒരഭിപ്രായ വ്യത്യാസമില്ലാതെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ ആയി ഇങ്ങനെ കഴിഞ്ഞു പോകണം. കുട്ടികളും നല്ല നിലയിലെത്തണം. ഇത് തന്നെയാണ് സ്വപ്നം. അതിനു വേണ്ടിയാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ നാട്ടുകാർക്കില്ലേ സ്നേഹം ഇങ്ങനെ നിലനിർത്താൻ പറ്റുമെന്നില്ല. വളരെ മുന്നോട്ട് അവരുടെ സ്നേഹവും അവരുടെ ആത്മാർത്ഥതയും നമ്മൾ നേരിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഈ സമൂഹത്തിൽ ഈ ഒരു നാട്ടുകാരനായിട്ട് വളരെ സന്തോഷം. തിരക്കേറിയ ഈ സമയത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം കണ്ടെത്തിയതിൽ നന്ദിയുണ്ട് ഒരുപാട്. വേറൊരു അതിഥിയും കൂടെ എത്തിയിട്ടുണ്ട്. കല്ലട്ര ഫാമിലിയിലെ ഒരാൾ, ഒരു ബിസിനസ്സുകാരനിലുപരി നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ മക്കളായ ശ്രീ രാജീവ് ഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും നേടിയ പൈലറ്റ്, ആ ലൈസൻസ് എടുക്കുകയും വിമാനം പറപ്പിക്കുക, അത് കഴിഞ്ഞിട്ട് വീണ്ടും ബിസിനസ്സിലേക്ക് അത് വേണ്ടെന്ന് വെക്കുകയും ബിസിനസ്സിലേക്ക് വന്ന കല്ലട്രയിലെ ഒരേ ഒരു അംഗമാണ് ഷെരീഫ് കല്ലട്ര, ജനാബ് ഷെരീഫ് കല്ലട്ര. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും.